2024 BJP തന്നെ ഭരിക്കുമെന്ന പ്രധാനമന്ത്രി ദക്ഷിണ ഭാരതത്തിൽ BJPക്ക് നല്ല വളർച്ചയുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ BJP ശക്തമായ സാന്നിധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനപിന്തുണയാണ് തന്റെ വിജയമെന്നും ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ബദലില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, പ്രധാനമന്ത്രി വ്യക്തമാക്കിയ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഭാരതം കണ്ടതാണ്, രാജ്യം വലിയ രീതിയിൽ BJPയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനഹിത നയത്തെ സർവാത്മന പിന്തുണ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പിനെയും നോക്കിക്കാണുന്നത്? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? KP ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ മുൻപോട്ട് പോക്കിനെ സംബന്ധിച്ചും ഒപ്പം BJP കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും മുൻപോട്ട് 2024 തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് 2024 BJP തന്നെ അധികാരത്തിലേറും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുമുള്ള സംശയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. കൂട്ടുസഖ്യത്തിന് അല്ലെങ്കിൽ ഒരു സാമ്പാർ മുന്നണിയുടെ സർക്കാർ രാജ്യത്തിന് ആവശ്യമില്ല. രാജ്യത്തിന് ജനങ്ങൾക്ക് വികസനവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനവും പാലിക്കാൻ സാധിക്കുന്ന സർക്കാരിനെയും അതിന് കഴിവുള്ള ഭരണാധികാരികളെയുമാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. BJP അല്ലെങ്കിൽ മോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നുള്ളതും അതിൽ എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ BJP സർക്കാർ മുൻപോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്കുമുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2024 BJP തന്നെ അധികാരത്തിലേറും എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് BJPയുടെ വളർച്ച പ്രസക്തമാണല്ലോ എന്നുള്ള ചോദ്യത്തിന് ദക്ഷിണ ഭാരതത്തിലും വലിയ വളർച്ചയുണ്ടാക്കാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുൻപോട്ട് പോകാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടല്ല BJP പ്രവർത്തിക്കുന്നത്. നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാത്രം പാർട്ടി അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവരുടെ പാർട്ടി, ഹിന്ദുക്കളുടെ പാർട്ടി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ചട്ടക്കൂട് BJPക്ക് നൽകാൻ വിവിധ സമയങ്ങളിൽ വിവിധ പാർട്ടികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഭാരതത്തെ മുഴുവൻ ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ള നയത്തോടു കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ മുഖങ്ങളെ അത് BJP പരീക്ഷിച്ചു. അത് ഒരു പുതിയ തന്ത്രമാണോ എന്നുള്ള ചോദ്യവും ഈ അഭിമുഖത്തിനിടെ ഉയർന്നിരുന്നു. എന്നാൽ അതിനും പ്രധാനമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത് താൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി BJP നേതൃത്വം തീരുമാനിക്കുമ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടുള്ള ഒരു മുൻപരിചയവും ഇല്ലായിരുന്നു. ഒരു തരത്തിലും ഏതൊരു പാർട്ടിക്കാരനും അല്ലെങ്കിൽ ഏതൊരു ജനസേവകനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്കും എത്താൻ സാധിക്കും എന്നുള്ളതാണ് BJPയുടെ പ്രത്യേകത എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യം അതിശക്തമായി മുൻപോട്ട് പോവുകയാണ്. സർക്കാർ ജനങ്ങളെയും ജനങ്ങൾ സർക്കാരിനെയും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ ഭാരതത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു വലിയ മഹാവിജയം തന്നെയാണ് BJP സ്വന്തമാക്കിയത്. ഒപ്പം ഈ ദക്ഷിണ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ മാത്രമാണ് അല്പം BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കമുള്ളത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും പ്രതീക്ഷിച്ച ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം ചിത്രം മാറി, കളം മാറി. ഇനിയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് തീർച്ചയായും സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെയുള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലടക്കം പ്രധാനമന്ത്രി 3-ാം തീയതി വരാൻ പോവുകയാണ്. ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മികവാർന്ന പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് BJP. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രത്തോളം ആത്മവിശ്വാസം പ്രകടവുമാണ് ആ വാക്കുകളിൽ, അല്ലേ?
KP ഭാരതത്തിലുടനീളം മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ ഈ കാലഘട്ടത്തിൽ BJP മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളും അത്തരത്തിൽ തന്നെയാണ്. ദക്ഷിണ ഭാരതത്തിലും BJPക്ക് ശക്തമായ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ലോക്സഭാ എംപിമാരുള്ള ഒരു ഒറ്റക്കക്ഷിയായി മാറാൻ ദക്ഷിണ ഭാരതത്തിലും BJPക്ക് സാധിച്ചിട്ടുണ്ട്. കർണാടകയിൽ BJP ഭരണം നേടിയിട്ടുണ്ട്. ഗോവയിൽ BJP ഭരണം കൈയാളുന്നു. തെലങ്കാനയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിവ് തെളിയിക്കാൻ സാധിച്ചു. അത്തരത്തിൽ ദക്ഷിണ ഭാരതം അല്ലെങ്കിൽ ഉത്തര ഭാരതം എന്നതിനപ്പുറത്തേക്ക് മുഴുവൻ ഭാരതത്തിലും ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും പ്രവർത്തനം കുറഞ്ഞ മേഖലകളിൽ അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാനും BJPക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം അമിത്ഷായും JP നദ്ദയും ഉൾപ്പെടെയുള്ളവരുടെയും പാർട്ടിയുടെയും വിലയിരുത്തൽ എന്നുള്ളതാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ നൽകിയിട്ടുള്ള വാക്കുകളും ഏറെ നിർണായകമാണ്. അതായത് ജനങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഒരിക്കലും ഈ ഒരു ശക്തമായ സർക്കാരിനെ മാറ്റിക്കൊണ്ടൊരു സാമ്പാർ മുന്നണി സർക്കാരിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഈ വിവിധ കക്ഷികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മോദിയെ പുറത്താക്കുക അല്ലെങ്കിൽ BJPയെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണി പ്രതിപക്ഷ മുന്നണിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും നിലവിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും 2047 വരെയുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം. ഭാരതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കാം എന്ന രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് 24 തെരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായി BJP സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.